ഹലോ, നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. എല്ലാവരും ചോദിക്കും, എൻ്റെ കറണ്ട് ഫീലിംഗ് എനിക്കറിയാമല്ലോ, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് പറയുമെന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഫീലിംഗ് പറയുന്നത് ശരിയാണോ എന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണ്. ഈ നിമിഷം, ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണ് എന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് എന്താണ്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പണമാകാം, ഒരാളെ ആയിരിക്കാം. കാത്തിരിക്കുകയാണ്. പതുക്കെ പതുക്കെ വരുവുള്ളെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. കുറച്ച് നാളായി നിങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആവുന്നുണ്ടാവും. ചില സമയത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ അവരെ മാത്രം കാത്തിരിക്കുന്നുണ്ടാവാം, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അവരെ ഓർമ്മ വരുന്നുണ്ടാവാം. ഇതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് വിചാരിക്കുകയും എന്നാൽ കുറേ സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2-3 ദിവസം 3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഡീപ്ലി ഡിപ്രസ്ഡ് ആവുകയും ഇമോഷണലി ബ്രോക്കൺ ആവുകയും ഭയങ്കരമായിട്ട് തകർന്നു പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുകയാണ് അവരെ. ഒരു പേഴ്സൺ തന്നെയാകാനാണ് സാധ്യത. അടുത്തത് 2 ഓഫ് സോർഡ്സ് ആണ്. പല സമയങ്ങളിലും നിങ്ങൾക്ക് ഇത് വേണ്ട, ഇത് ഉണ്ടെങ്കിൽ എനിക്ക് വേദനയാണ്, അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകാം എന്ന് വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഇത് വേണ്ട എന്ന് തീരുമാനിച്ച് മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതിനുള്ള പല മാർഗ്ഗങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചില സമയങ്ങളിൽ നിങ്ങൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അതിനോട് അഡിക്റ്റായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. മൂന്നാമത്തെ കാർഡ് വന്നിട്ട് 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരണമെന്നും റിയൂണിയൻ നടക്കണമെന്നും നിങ്ങൾ എങ്ങനെയായിരുന്നു മുൻപുണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയതെങ്കിലും, അതൊരു തേർഡ് പാർട്ടിയിലേക്കാണ് പോയതെങ്കിൽ പോലും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് അയാളോട് ക്ഷമിക്കുകയും അവരെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും കഠിനമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം അവരില്ലാതെ പറ്റില്ല, അവരില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, തിരിച്ചു വന്നാൽ മതിയെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് കോംപ്രമൈസിനും റെഡിയാണ്. മൂവ് ഓൺ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമാണ്. ഒരു മൂവ് ഓണും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവർ തിരിച്ചു വരണമെന്നും പഴയതുപോലെ നിങ്ങളോട് സ്നേഹം കാണിക്കണമെന്നും തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. അവർ പോയിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ഇത് കാണുന്നതിൽ ഒരു 90% ആളുകൾക്ക് ഉറപ്പാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണ്. അവർ തിരിച്ചു വരുന്നതും അവർ നിങ്ങളോട് പഴയതുപോലെ സംസാരിക്കുന്നതും അവരെ വിളിക്കുന്നതും അവർ മെസ്സേജ് അയക്കുന്നതും നിങ്ങളോട് പഴയതുപോലെ സ്നേഹിക്കുന്നതും ഓർത്തിട്ട്. ഓക്കെ, താങ്ക് യു.